ഇല്ലാട്ടുള്ള നമ്മുടെ വയനാട് ദുരന്ത സമയത്ത് തന്നെ കുറെ പേര് കൈത്താങ്ങായിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അത്രയും വലിയൊരു ദുരന്തത്തിൽ നമ്മൾ കൈത്താങ്ങായിട്ടിയ എല്ലാവരും ദൈവങ്ങളാണ്. ഞാൻ പറഞ്ഞു, മുമ്പത്തെ വീട്ടിലൊക്കെ പറഞ്ഞു. എന്താ വെച്ചാൽ ഒരാളെ കൊണ്ട് ഒരാളെ സഹായിക്കാൻ പറ്റിയ അവരാണ് അവരുടെ ദൈവം. ആ സമയത്ത് ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ തരാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് കുറെ അമ്മമാർ വന്നു. അതിൽ ഫസ്റ്റ് ദമ്പതിമാരാണ് നമ്മുടെ വയനാട്ടിൽ തന്നെ ഇടുക്കി സ്വദേശികളൊന്നും തോന്നുന്നില്ല, സജിനും വയനാടെന്ന് തോന്നുന്നു, സജിനും ഭവാനി ശശിയും ഇടുക്കി സ്വദേശികൾ. അവർ നേരെ വയനാട്ടിൽ തിരിച്ചു കഴിഞ്ഞു. അപ്പൊ അവർ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടില്ല, ഇതാണ് ആ പോസ്റ്റ്. ചെറിയ കുട്ടികൾക്ക് മുലപ്പാലിൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാൻ എൻ്റെ പേര് റെഡിയാണെന്നിട്ട് നല്ല കാര്യമില്ലാട്ടെ. ഞാൻ പറഞ്ഞു, എന്താ വെച്ചാൽ നമ്മൾ സഹായിക്കുന്ന മനസ്സുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു മനസ്സ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടില്ലാടല്ലോ. അവരെന്താ വെച്ചാൽ ഭാവന ചേച്ചിക്കും സജിനാണ്ടും പറയാനുള്ളത് എന്താ വെച്ചാൽ അവർക്കും അതുപോലെ കുഞ്ഞുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന സഹായം അവർക്ക് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ അവിടെ അമ്മമാരെ നഷ്ടമായ കുറേ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ്. പിന്നെ ചിലർ ആ കുട്ടികൾ ദത്തെടുക്കാൻ കുറേ അമ്മമാർ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കാര്യം, അവർക്ക് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഈ പോസ്റ്റിന് താഴെ നമ്മുടെ ഒരു ജോർജ് എന്ന് പറഞ്ഞ ഒരാളൊന്ന് കമന്റ് ഇട്ടില്ലടല്ലേ. സത്യം പറഞ്ഞില്ല, ഇമ്മാരി കഴപ്പുണ്ടല്ലോ. അവനൊക്കെ കൈ കിട്ടിയിട്ടുണ്ടല്ലോ, ഞാനടക്കം ഉറപ്പാണ് കിടക്കുക. എന്റെ കൺമുമ്പിലാണ് വെച്ച് കഴിഞ്ഞാൽ തല്ലും, ഉറപ്പാണ്. കൊടുക്കേണ്ടത് കൊടുക്കും, പക്ഷെ ആൾക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് ആൾ താഴെ കമന്റ് ഇട്ടിരിക്കുന്നത് വെച്ചാൽ ജോർജ് കേട്ടിട്ട്, അതാണ് ഫേസ്ബുക്കിലാണ് ഇവിടെ ജോർജ് കേട്ടി, അതാണ് പേര്. എനിക്കും ആവശ്യമുണ്ട് പറഞ്ഞിട്ട് ആൾ കമന്റ് ഇട്ടു. പാവം കൊച്ചുങ്ങൾ ഞാൻ ആഗ്രഹം പറഞ്ഞാൽ നടത്തി കൊടുക്കുന്നില്ല അല്ലേ. അപ്പൊ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. എന്താ ചോദിച്ചാൽ നമ്മുടെ ആൾക്കാർ കണ്ണൂരിൽ തന്നെ ചില ആൺപിള്ളേരല്ല, കണ്ണൂരിലെ ആൺപിള്ളേരെല്ലാം കൊടുത്തിട്ടുണ്ട്. കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജോർജ് ചേട്ടനെ. അതാണ് കിടക്കുന്നത്. ഇമാതിരി കഴപ്പുള്ളവന്മാരൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. ഇമാതിരി ദുരന്താവസ്ഥയിൽ നിൽക്കുമ്പോൾ അവൻ്റെ ഒരു കോപ്പിലൊരു ഡയലോഗ്, ഒരു കമന്റ് പറയാം. അപ്പൊ അവനൊക്കെ കൈ കിട്ടി എന്താ ചെയ്യേണ്ടത്? അടിച്ച് പൊളിക്കണമെങ്കിൽ സത്യം പറഞ്ഞു, അടിച്ച് പൊളിക്കണം. അപ്പൊ അവൻ ഇനി പാലെന്ന് കേട്ട് അവൻ പേടിക്കും. അപ്പൊ ഞാൻ അതിന്റെ ഒരു കോൾ റെക്കോർഡ് ഉണ്ട്. എനിക്ക് കോൾ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ആൾ വിളിച്ച് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ആളുടെ നമ്പർ അവിടെ കിട്ടിയില്ലേ, നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കുക. അതേ പറയാനുള്ളൂ. ഞാൻ വിളിക്കണമെന്നില്ല, കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. ഇനി ആൾ പേടിക്കും. ഇനി ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പേടിക്കും, പാല് കുടിക്കാൻ ആൾ പേടിക്കും. അമ്മാതിരി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് പ്ലേ ചെയ്യില്ലേ. ജോർജേട്ട കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ഷെല്ലി എന്നാണേ. അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എവിടെ കൊണ്ടുവരണം? അല്ല, നമ്മളിപ്പം മുലപ്പാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് തരണ്ടേ? അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണ്, ക്ഷമിക്കും. ഞാൻ അത് പറഞ്ഞു, എനിക്ക് കാര്യം കിട്ടി, ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ഇല്ലെങ്കിൽ പോയി ആ കലാവിനെ കണ്ടിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ വണ്ടി വിളിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല, ഇപ്പം ആവശ്യമുള്ളത് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ട് തരും. ഹലോ, ഞാൻ എന്ത് വേണമെങ്കിൽ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് എന്ത് വേണം, ക്ഷമമാണെങ്കിൽ എങ്ങനെ ലൈവിൽ വന്നിട്ട് എന്ത് വേണം പറയാം. ചില അർത്ഥത്തിൽ ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശിച്ച ഒരാളല്ല. ഞാൻ എന്റെ സമയം നോട്ട് കൊണ്ട് റെസ്പെക്ട് ചെയ്ത് അവിടെ വരാണ്. ഞാൻ ഇങ്ങനെ ആളെ പോകാന്ന് പോലും ഞാൻ കണ്ടില്ല. എനിക്ക് ഇന്നാണ് മനസ്സിലായത് ഈ ആളാണ് ഈ പോർട്ടിട്ടുള്ളത്. ഈ അരമണിക്കൂർ അയ്യോ പാവങ്ങില്ല, കണ്ടില്ലേ എന്താ വെച്ചാൽ എന്താ അഭിനയം കണ്ട. ഞാൻ അറിയാതെ കമന്റ് ഇട്ടതാണ്, ഞാൻ അന്ന് കമന്റ് ഇട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനൊക്കെ അടിച്ച് പൊളിക്കണമെങ്കിലോ. അല്ലാതെ അവനൊന്നും വേറെ മരുന്നില്ല. സത്യം പറയല്ലോ, കണ്ണൂരാണ്. പാലക്കാടാണെങ്കിൽ നമ്മൾ ഉറപ്പായി പോയിട്ടുണ്ട്. അത് നമുക്ക് പറയാനുള്ള വാക്കാണ്. എന്താ വെച്ചാൽ പാലക്കാടാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമുക്ക് തീർന്നു. പക്ഷെ പാലക്കാടാണെന്നുള്ളൊരു സൂചനയുള്ള വേറെ 2-3 പേര് കൂടി ഇരിക്കട്ടില്ല. ഇതുപോലെ കുറെ കഴപ്പുള്ളവന്മാരുണ്ട്. ഞാൻ അവന്മാരുടെ ഒരു സ്ക്രീൻഷോട്ടോടെ വയ്ക്കാം, ഫോട്ടോ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ ക്ഷമിക്കില്ല, വേറെ ഒരു വഴിയില്ല. എന്താ വെച്ചാൽ ഇമാതിരി അവസ്ഥയിൽ പിന്നെ അവന്മാർക്ക് വേറെ എന്താ കൊടുക്കുക. ഞാൻ അതോടെ വയ്ക്കാറില്ല. ഒരു മിനിറ്റ് ഇവിടെ വയ്ക്കാം. 2 അവന്മാരുണ്ട്, 2 അവന്മാർ, അതേപോലത്തെ 2 അവന്മാർ. എനിക്കത് 2 കിട്ടിയുള്ളിൽ പറയില്ലതാ. ഒരു സുരേന്ദ്രൻ ഓവി വേണ്ടി ദിവസം 5 ലിറ്റർ തരുമോന്ന് കൊടുക്കണ്ടേ? ഇല്ലടല്ലേ, ദിവസം 5 ലിറ്റർ നമ്മൾ വിചാരിച്ച് നടക്കും. ഇതാണ് ഇല്ലടല്ലേ ആളുടെ ഫോട്ടോ. സുരേന്ദ്രൻ ഓവി വേണ്ടി ദിവസം 5 ലിറ്റർ തരുമോ വേണ്ടി. അപ്പൊ ആൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക. ആൾ എവിടെയെന്ന് എനിക്ക് അറിയില്ല. ഇല്ലടല്ലേ, അതുപോലെ വേറൊരാളുണ്ട്, ബാബുരാജ് വാണിയമ്പലം മട്ടെന്ന് തോന്നുന്നു. ഇവന്റെ വൈഫ് ജേഴ്സി പശുവാണോ ചോദിച്ചിട്ട് കമന്റ് ഇട്ടില്ലേ. അപ്പൊ ആളുടെ ഫോട്ടോ ഉണ്ട്. ഒക്കെ ഒരു അമ്മാവന്മാരില്ലേ, കൊടുക്കുക, വേണ്ടത്ര കൊടുക്കുക, അതേ പറയുന്നുള്ളൂ. എടുക്കേണ്ടത് കൊടുക്കുക. പിന്നെ ഒരുത്തരും കൂടി ഉണ്ടില്ലേ, അവൻ പേരൊക്കെ മാറ്റി. അവന്റെ ഹോപ്പ്ലെസ് ഡ്രീമർ അങ്ങനെ എന്താണ് ഇൻസ്റ്റാ ID. പക്ഷെ അവൻ പേരൊക്കെ മാറ്റിയില്ലേ. അവൻ വന്നിട്ട് വലിയ കുട്ടികൾ കൊടുക്കുമോ. 3-ാമത്തവൻ ഇല്ലല്ലേ, 4-ാമത്തവൻ നമ്മുടെ ജോർജ് ചേട്ടനെയും ചേർത്ത് 4-ാമത്തവൻ വലിയ കുട്ടികൾ കൊടുക്കുക. ഹോപ്പ്ലെസ് ഡ്രീമർ അവന്റെ വേറെ എന്താണ് ഇല്ല ഫോട്ടോ. ഞാൻ ഫോട്ടോ ഇട്ടിട്ട് ഒന്നുകൂടി വെക്കാട്ടില്ല. അപ്പൊ അവനും കൊടുക്കേണ്ടത് കൊടുക്കുക. പിന്നെ വേറൊരുത്തും കൂടി ഉണ്ട്, സുകേഷ് P. മോഹനെ.
നല്ല കറവുണ്ട് തോന്നുന്നു. ഇവന് 4 പേരിന് ഫോട്ടോ ഉണ്ടല്ലോ, നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഇത് ചെയ്യുക. മനസ്സിലല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു വയനാട് നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റാൻ സഹായിക്കുക. ഈ ഒരു സഹായം കൂടി നിങ്ങൾ ചെയ്യുക. വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ഒരു സഹായം എന്തായാലും ചെയ്യുക. അവർക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു, കൊച്ചുങ്ങൾ എന്നാലും ആഗ്രഹം ഉണ്ടെങ്കിൽ കൊടുക്കുക എന്ന് പറഞ്ഞില്ല. അപ്പൊ കൊടുക്കുക. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അങ്ങനെ കൊടുക്കുക. അവൻ പിന്നെ പാല് നേട്ടാവൻ പിന്നെ പേടിക്കണം. അതേ എനിക്ക് പറയുള്ളൂ. കൊടുക്കണ്ടത്ര കൊടുക്കുക. സത്യം പറഞ്ഞില്ല, ഇമാതിരി അവനൊന്നും വേണ്ടയില്ല. ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അവൻ്റെ ഒരു കോണത്തിൽ ഡയലോഗ് ഒന്നും അടിക്കാൻ നിൽക്കണം. ഒന്നും വേണം, അവന് കൊടുക്കേണ്ടത് കൊടുക്കരുത്. അതേ പറയുള്ളൂ. ഇമാതിരി അവസ്ഥയിലും ഇങ്ങനത്തെ ഓരോരുത്തർമാരുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ഇനിയിപ്പോ സഹോദരനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ അമ്മാവനോ അവരെ കണ്ട അച്ഛനോ പറയുന്നുണ്ട്, അങ്ങനെ കാണിച്ച് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാവരും ഉണ്ടല്ലോ, നല്ല നാട്ടുകാരുണ്ടെങ്കിൽ അവിടെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പാണ്. ഇനി വീഡിയോ വരുന്നുള്ളൂ, കിട്ടും. അതൊക്കെ നല്ല ഉറപ്പുണ്ട്. അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നെങ്കിൽ നല്ല ഉറപ്പാണ്. ഏകദേശം ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏകദേശം ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. സ്പ്രെഡ് ആവണം, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഷെയർ ചെയ്തിട്ടില്ലേ. പിന്നെ ഇനിയിപ്പോൾ അവൻ കമന്റ് ഇടാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹം കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ അടുത്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് നിങ്ങളുടെ ബന്ധുക്കാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക. ഇല്ലേ നിങ്ങളുടെ അവിടെ നാട്ടുകാരാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുക, കൊടുക്കേണ്ടത് കൊടുക്കുക. അതെനിക്ക് പറയാനുള്ള കേട്ടല്ലേ. കുഴപ്പമില്ല, വേണ്ട കേട്ടല്ലേ. അത്രേ ഉള്ളൂ.